അതല്ലേ പ്രതികരിച്ചത്. പിന്നെ ഞാൻ സ്കിറ്റ് ചെയ്യുമായിരുന്നു ഇവിടെ. അടിപൊളി. ഈ ശാരിക്കൊക്കെ കിട്ടേണ്ട എന്നെ കേട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ സ്കിറ്റാണോ ചെയ്തിരുന്നത്? മുഖത്ത് നോക്കി ഡയലോഗ് അടിച്ചാൽ തിരിച്ച് ഡയലോഗ് അടിക്കണം എന്നുള്ളതാ. ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഈ രേണുസുതി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയോട് കുറെ ആളുകൾക്ക് താല്പര്യക്കുറവുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പൊ ഞാനടക്കം ഒരുപാട് വീഡിയോ ചെയ്തതാണ്. പക്ഷെ ബിഗ് ബോസിൽ കഴിഞ്ഞ ദിവസം അവരെ തീട്ടക്കുഴി സെപ്റ്റി ടാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങണ്ട് അവിടെ ഇല്ലാണ്ടാക്കിയ അക്ബർ ഖാൻ എന്ന് പറയുന്ന ഒരു നാറി പാട്ടുകാരനാണെന്നൊക്കെ പറയുന്നത്. എന്നിട്ട് അവന്റെ ന്യായീകരണങ്ങൾ കേൾക്കണം. ഇവിടെ രേണുസുതിയുടെ PR വർക്ക് ആവേണ്ട കാര്യം നമുക്ക് ആർക്കും ഇല്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ ഈ കുറെ വെറുപ്പ് സമ്പാദിച്ച ആളുകളെ പെട്ടെന്ന് സിമ്പതിയിലേക്കും പിന്നെ വീണ്ടും സ്നേഹത്തിലേക്ക് എത്തുന്ന ഒരു പരിപാടി നമ്മുടെ സമൂഹത്തിൽ പൊതുവെ ഉണ്ടല്ലോ. ബിഗ് ബോസിൽ എത്തിയപ്പോ അവരെ ശരിക്കും അങ്ങോട്ട് ഇല്ലാണ്ടാക്കി. ശാരിക എന്ന് പറയുന്ന വ്യക്തി പുറത്തിരുന്നിട്ട് ഇങ്ങനെ കാറിലൊക്കെ ഇരുന്നിട്ട് ഡയലോഗ് അടിക്കുകയാണ്. ആ പാവം പെൺകുച്ചിനെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്, ജീവിച്ചു പൊക്കോട്ടെ. ഭയങ്കര സപ്പോർട്ടിരുന്നു. അകത്ത് ചെന്ന് ആദ്യം തന്നെ പുറത്താക്കേണ്ട ലിസ്റ്റ് കൊടുക്കണം എന്ന് ചോദിച്ചപ്പോ എടുത്തേക്ക് പറഞ്ഞതാണ് രണസുന്ന. അവൾ എന്തിനാണ് ഇവിടെ വന്നത്? ആ പെൺകുട്ടി കഷ്ടപ്പെട്ട് ജീവിച്ചോട്ടെ, അവള് എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് പറയുന്ന ബിഗ് ബോസിന്റെ എനിക്ക് ഡെയിലി കുറച്ച് ശമ്പളമൊക്കെ കിട്ടുന്റെ ഞാൻ പറയുന്നില്ല. ഈ അരിശം മാഡം ഫുൾ ഏറില്ല. എന്തായാലും നമുക്ക് ആ വീഡിയോയിലോട്ടൊന്ന് കിടക്കട്ടാ. ഇന്ന് ഏറ്റവും കൂടുതൽ കാശ് കൊയ്യുന്നത് എവിടെന്നാ? സെപ്റ്റി ടാങ്കിൽ. ഒരു ദിവസം ഒരാൾക്ക് എനിക്കറിയാലോ എന്റെ സമൂഹത്തിന് ആണോ? അന്നിടമ്മന്നെ നീ എന്നെ സെപ്റ്റി ടാങ്ക് കഴുകാൻ പോയിക്കൊണ്ടിട്ടമ്മന്നെ ചോദിക്കട്ടെടാ. ഒരു സ്ത്രീയെ മുഖത്ത് നോക്കിയിട്ട് പറയാ നിങ്ങളെ കാണാൻ സെപ്റ്റി ടാങ്ക് പോലെയുണ്ട്. അതേപോലെ ഇവൻ തന്നെയാണ് പറഞ്ഞത് മുഖത്ത് ഞാൻ ചുമരപ്പെട്ട് ഒരയ്ക്കുന്നൊക്കെ. അവന് കക്കൂസിന്നോ തീട്ടത്തിന്നത്ര കായ് ഉണ്ടാക്കണം ഏറ്റവും കൂടുതൽ ആളുകള്. ആ പണിക്ക് പോയാ പോരടെ. എന്തിനാടെ ബിഗ് ബോസിലേക്ക് വലിഞ്ഞു കയറി ചെന്ന് ആ കാട്ടിക്കൂട്ടലും ഒക്കെ പൊന്നു മന്നെ എങ്ങനെയാണ്? ഇങ്ങനെ ഒരു കുറവ് അവിടെ ഉണ്ടായിരുന്നുള്ളത് നികത്താൻ വേണ്ടി കയറ്റിയത് ആളെ. തീട്ടത്തിൽ മാത്രം കായ് ഉണ്ടാക്കണേ അവൻ. വേട്ടപ്പെട്ടി സെപ്റ്റി ടാങ്ക്. ഒരാളുടെ സമനില തെറ്റുന്നതാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. നിലവിലവരും ഡിപ്രഷനൊക്കെ മരുന്ന് കുടിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ശരിക്കും രേണുസുതി എന്താണെന്ന് ശരിക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? പക്ഷെ ഇത് കുറച്ച് കൂടുതലാണ് മനെ. അതൊന്നും പറയാൻ പറ്റൂല. അത് അവിടെ കിടന്ന് മെന്റലി ഡിസോർഡർ ആയിട്ട് കിടക്കണത്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. ലൈവ് രാത്രി ഫുൾ ടൈം രേണുസുതി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. മുഖത്ത് നോക്കിയിട്ടാണ് ഒരാൾ തീട്ടക്കുഴിയാണ് നിങ്ങള് അതൊക്കെ പറയുമ്പോ ഈ അക്ബർ ഖാനൊക്കെ എമ്മാതിരി ഊളയെന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ രേണുസുദീനെ പലരും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇവിടെ ഇന്റർവ്യൂകളിലൂടെ കാട്ടിക്കൂട്ടലുകളും പിന്നെ അവരുടെ നാട്ടിൽ നിന്ന് വീണ പിഴകളെ കുറിച്ചിട്ടൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഒരാളെ തീട്ടത്തിന് ഉപമിക്കുക എന്നൊക്കെ പറയുന്നത് ശരിക്കും ഊളത്തരം. പൊന്നു മക്കളെ അതച്ച കയ്യിന്ന് പോയിട്ടാ കിടക്കണത്. ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് അതിനൊരാള് ചോദിക്കാനില്ല എന്നുള്ളതാ. എനിക്ക് രസകരമായ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിഷയം ആർക്കൊരു വിഷയമേ അല്ല. രേണുസുതിക്കിട്ടല്ലേ കൊടുത്തത്. അരിശം മേഡം പോലെ ഈ കാര്യത്തിൽ മിണ്ടില്ല. അരിശം മേഡം ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു. അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞ ആളാ. അല്ലാത്ത മനുഷ്യന്മാരാണ്. എന്നിട്ട് ചർച്ച അവസാനിക്കുന്നില്ല. രേണു അടുത്ത ആളെടുത്ത് നിൽക്കുക. ഓമന പേരെന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. ആണോ അല്ലയോ? ഓമന പേര്. എന്നെ ഹേർട്ട് ചെയ്യാൻ എന്തൊക്കെ വിളിക്കാം. പാഷാണത്തെ ക്രിമിന്ന് വിളിക്കാം, എന്തെങ്കിലുമൊക്കെ വിളിച്ചു. അതൊക്കെ സംതിങ് ലൈക്ക് ഞാനത് ഒരു തമാശയായിട്ട്. അത് ശരിയാട്ടാ. ഓമന പേര് വിളിക്കാനാ പറഞ്ഞിട്ടുള്ളത്. ഒരു പക്ഷെ അക്ബർ ഖാന് തീട്ടത്തിലാവും കിടന്ന് കുളിക്കുന്നുണ്ടാവുക. ഓമന പേരാണല്ലോ. തീട്ടം ഇങ്ങനെ ഇടക്കിടക്ക് എടുത്ത് കളിക്കുന്നുണ്ടാവുക. അതുകൊണ്ടാണല്ലോ ഇപ്പൊ സേഫ്റ്റി ടാങ്ക് എന്നൊക്കെ ഒരാളെ വിളിക്കുന്നത്. ബിഗ് ബോസിൽ പറഞ്ഞത് ഓമന പേര് വിളിക്കാനാണ്. അവനത് വല്ലാത്തൊരവസ്ഥയാണ്. കുറെ പേരുകൾ എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ എന്റെ സ്വഭാവം കൊണ്ടാണ്, എന്റെ നാക്ക് കൊണ്ടാണെന്ന് രണസുവിനെ ഇവിടെ സമ്മതിച്ചും തരുന്നുണ്ട്. ഏറ്റവും നികൃഷ്ടവും നമ്മൾ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കാത്ത നമ്മുടെ ഞാൻ വേസ്റ്റ് കുഴി എന്ന് പറഞ്ഞാൽ പോലും അല്ലെങ്കിൽ വേസ്റ്റ് ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ പോലും ഞാൻ തെറ്റാണ് ചേച്ചി. അതാണ് രണയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവള് കറക്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ പറയാ. എല്ലാ കാര്യം പെർഫെക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ഈ ചാനലിൽ കുറെ ആൾക്കാർ ബിഗ് ബോസ് കാണാത്ത ആളുകളാവും. ഞാൻ 24/7 ഒക്കെ കണ്ടുകൊണ്ട് അതിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ കുറെ ആളുകളുടെ ക്യാരക്ടർ മനസ്സിലാവുന്നത്. ഇപ്പൊ ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഒരു ഗവൺമെന്റ് ജീവനക്കാരനാണ്. അയാൾ 5 വർഷം ലീവ് എടുത്തിട്ടാണ് ഇപ്പൊ ഈ ഒരു ബിഗ് ബോസിലും കാര്യങ്ങളിലൊക്കെ കയറിയിട്ടുള്ളത്. അതിനെക്കുറിച്ചുള്ള ചർച്ചയൊക്കെ വേറെ രീതിയിൽ നടക്കുന്നുണ്ട്. അതായത് ഗവൺമെന്റ് ജോലിയൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്, എന്നിട്ട് കിട്ടിയതിന്റെ ശേഷം അങ്ങനെ ലീവ് എടുത്ത് നടക്കുക എന്നുള്ളതൊക്കെ. ഇതിന്റെ സത്യാവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ലീവ് എടുത്ത് പോണ സമയത്ത് ഓൾറെഡി PSC റാങ്ക് ലിസ്റ്റിൽ കിടക്കുന്ന ആളുകൾക്ക് അതേ സ്ഥാനത്തേക്ക് ജോലിക്ക് കയറാം.
പിന്നീട് ഇയാൾ ലീവ് കഴിഞ്ഞ് വരുമ്പോൾ ഇയാൾക്ക് സാലറി ഒന്നും ഉണ്ടാവില്ല, ബോണസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു 5 വർഷം കഴിഞ്ഞിട്ട് ആൾക്ക് തിരിച്ച് എവിടെയാണോ വേക്കൻസി ഉള്ളത്, എപ്പോഴാണോ വേക്കൻസി ഉള്ളത്, അപ്പൊ കയറാം എന്നുള്ളതാണ് കാര്യം. ഓക്കെ, നമ്മൾ വിഷയത്തിൽ നിന്ന് വഴുതി മാറുന്നു. നമുക്ക് വീണ്ടും ഇതിലേക്ക് കിടക്കാം. ഞാൻ സെപ്റ്റി ടാങ്ക് എന്ന് ഞാൻ പറഞ്ഞില്ലേ, സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞപ്പോൾ അവർ വളച്ചു പിടിക്കുമായിരിക്കും. ഞാൻ ബിഗ് ബോസിന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ വിളിച്ചത് കൂടിപ്പോയോ, ഞാൻ സോറി, ഞാൻ മൈൻഡ് മാറ്റി, ഞാൻ സോറി പറയൂല. അടിപൊളി. ഇവൻ ആരെങ്കിലൊക്കെ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്താൽ 1-ാം റൗണ്ടിൽ നിന്ന് പുറത്താക്കണ വല്ല പണി നോക്കണേ. അവനത് അംഗീകരിച്ച് കൊടുക്കുന്നില്ല എന്നുള്ളത് അവൻ ചെയ്ത തെറ്റ്. ഞാൻ തീട്ടക്കുഴി എന്ന് വിളിച്ചത് ശരിയല്ല എന്നെല്ലാം പറയുന്നത്. ഞാൻ അവർക്ക് മാപ്പ് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്, മാപ്പ് പറയാന്ന് വിചാരിച്ചു, സോറി പറയാൻ വിചാരിച്ചു, ഞാൻ ഇത് ചെയ്യൂല എന്നുള്ളത്. എടാ പൊന്നു മോനെ, ഈ 75 ക്യാമറകളിൽ നിന്നും പകർത്തിയെടുക്കുന്ന ദൃശ്യങ്ങള് എല്ലാതും ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്നുണ്ട്. 24/7 അല്ലാത്തതാണ്, കുറച്ച് കാര്യങ്ങളാണ് മറ്റേ ചാനലിൽ വരുന്നത്, അല്ലാത്തൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതാ. നീ എത്രത്തോളം വലിയ ഊളയാണെന്ന് ഈ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട്. നിന്നെ ഇനി എയറി കയറ്റി അങ്ങ് താഴോട്ട് വലിച്ചഴക്കും എന്നുള്ളതാണ്. അനുവിനെ കുറിച്ച് അങ്ങനെ പറയണ്ടായിരുന്നു കേട്ടാ. ശരിയാണ്, ഒന്നുമില്ല ഇത്ര ആയതല്ലേ. എന്തിനാണ് ഇങ്ങനെ എപ്പോഴും ഒരാളെ ബ്ലെയിം ചെയ്യുന്നത്? അപ്പൊ നീ ആളെ കള്ളം പറഞ്ഞാലേ ഫേവറേറ്റ് ആ പറഞ്ഞിട്ട്. ഓഹ് ചേട്ടായിനെ സപ്പോർട്ട് ചെയ്യണോ? അനുവിനോട് പറഞ്ഞത് ശരിയായില്ല, പക്ഷെ രേണുവിനോട് പറഞ്ഞത് ശരിയായി എന്നാണോ ഇവർ രണ്ടുപേരും പറയുന്നത്? കേട്ടോ ഇവരുടെ സംഭാഷണം. അവള് കേട്ടോണ്ടല്ലേ അവള് വന്നത്. എന്തൊരു വിഷമായി കാണും ഒരാൾക്ക് ഇങ്ങനെ പറയുമ്പോൾ. ഇങ്ങനെ പറയരുത് ശരിക്കും. അത് നമ്മൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ അത് എത്ര പേരാണ് ഇപ്പൊ അവളെ കുറിച്ച് അങ്ങനെ കേട്ടിരിക്കുന്നത്? അവരൊക്കെ അങ്ങനെ വിചാരിക്കത്തില്ല. ഈ പ്രേക്ഷകരൊക്കെ മനസ്സിലാവളാരാ? മൊത്തം തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ലല്ലോ. അതെ. ഈ രേണുസുധീനെ തീട്ടക്കുഴിന്ന് വിളിച്ചത് ഇവർക്ക് യാതൊരു പ്രശ്നമില്ല, അതിനെ കുറിച്ച് ചർച്ച പോലും ഇല്ല. ഇപ്പൊ അനുവുമായി ബന്ധപ്പെട്ടുള്ള ചെറിയൊരു വിഷയത്തിനാണ് അനു പിന്നെ തൊട്ടാലും പിടിച്ചാലും കിടന്ന് കിടന്ന് കരച്ചിലൊന്ന് കേൾപ്പിച്ചു തരാം. അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ ഇങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് അനു കരഞ്ഞോണ്ടിരിക്കുന്നത്. രേണുസുധീരുടെ അവസ്ഥ കണ്ടില്ലേ? ബെഡിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ ആലോചിച്ച് പറയാണ് തീട്ടക്കുഴി. അവര് സമനില തെറ്റുന്ന രീതിയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ അനു കരഞ്ഞോണ്ട് വലിയ പ്രശ്നം. ഒരാളെ മുഖത്ത് നോക്കിയത് വിളിച്ചപ്പോ ആർക്കും കുഴപ്പമില്ല, ആരും ഒന്നും മിണ്ടുന്നില്ല. ഇവിടെ ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്ത കാര്യം എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, അവർ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടുന്ന കോപ്രായത്തരങ്ങൾക്കും പൊട്ടത്തരങ്ങൾക്കും ഇന്റർവ്യൂകളിൽ വന്ന് പറയുന്ന മണ്ടത്തരങ്ങൾക്കൊക്കെ ഞാനടക്കമുള്ള ആളുകൾ നമ്മൾ നല്ല രീതിയിൽ അങ്ങനെ കളിയാക്കി വിട്ടിട്ടുണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരാളെ ഇങ്ങനെ വിളിച്ചത് അത് വല്ലാത്തൊരു പരിപാടി. ഇനിയിപ്പോ അപ്പാനിശാരത്തിന്റെ കുറച്ച് മാസ് ഡയലോഗ് കേട്ടോളെ. എനിക്ക് ഏറ്റവും വേസ്റ്റ് ആയിട്ട് തോന്നിയ ഒരാളാണ് രേണു. കാരണം രേണുവിന് എന്തിനിവിടെ കൊണ്ടുവന്ന് രേണു ഏറ്റവും വേസ്റ്റ് ആയിട്ട് തോന്നിയ ഒരാളാണ് രേണുസുധി. കോമഡി എന്താ വെച്ചാൽ ഈ അപ്പാനിശാരത്തിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വോട്ട് രേണുസുധി കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും നാള് ചെയ്യുന്ന വീഡിയോസിന് വന്ന കമന്റുകൾ വ്യത്യസ്തമായിട്ട് ഇപ്പോ എതിർത്ത് സംസാരിച്ചു വരുന്നവരൊക്കെ രേണുവിനെ സപ്പോർട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെ. അതായത് കുറെ കാലം ഇങ്ങനെ ഊക്കിയല്ലേ, ഇനി കുറച്ചേരം സപ്പോർട്ട് ചെയ്യാ വിചാരിച്ചിട്ടാവാ. അയ്യയ്യേ എന്റെ പൊന്നപ്പാനി മോനെ, നീ എന്നിട്ട് വലിയ ഗെയിമാളോടെ കളിച്ചോണ്ടിരിക്കണം. അങ്കമാലി ഡയറക്ടറിന്റെ ക്യാരക്ടർ വിട്ടൊന്ന് പുറത്തിറങ്ങ്, അതിന്റെ ഉള്ളിൽ തന്നെ കിടക്കണേ. നീ ബിഗ് ബോസിലേക്കുള്ള നോമിനേഷൻ വന്നപ്പോ രേണു ബിഗ് ബോസിൽ എന്റെ പേരിനെ കാട്ടി അപ്പാനിശാർ ബിഗ് ബോസിലേക്ക് എന്നുള്ളൊരു വാവ് എന്നതിനപ്പുറത്തേക്ക് ഏറ്റവും കൂടുതൽ വാവ് വന്നത് ആൾക്കാർ അണ്ടം വിട്ടത് രേണുസുധി ബിഗ് ബോസ്. അപ്പൊ ഞാനും ആലോചിച്ചു, എന്റെ പേരിനേക്കാളും കൂടുതൽ അയ്യോ അതെനിക്ക് പറ്റിയില്ല, അതെനിക്ക് മനസ്സിലായില്ല മോനെ. എടാ പൊന്നു മോനെ, നീ അഭിനയിച്ച ഒരൊറ്റ സിനിമ, ആദ്യ സിനിമ മാത്രമാണ് നിന്റെ ഒരു സിഗ്നേച്ചർ പറഞ്ഞിട്ടുള്ളത്. അത് കഴിവുള്ളവന്റെ കയ്യിൽ കിട്ടി, നിനക്ക് അഭിനയിക്കാനുള്ള കഴിവ് ആ സിനിമയിൽ നിനക്ക് ഉപയോഗിക്കാനും പറ്റി, അത്രേ ഉള്ളൂ. പിന്നെ ഏത് പടമാടേ നിനക്കില്ലേ? ഏത് പടമാട്ടാ നീ തകർത്താടിയത്? ഒന്നുമില്ല, ആകെ ഒറ്റ സിനിമ. പക്ഷെ രേണു അങ്ങനെയില്ല. രേണു നിരന്തരം ഊക്ക് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. സോഷ്യൽ മീഡിയ വഴി ആളുകളുടെ വെറുപ്പ് സമ്പാദിച്ച് അങ്ങ് എയറിൽ നിൽക്കുന്ന ആളാ. നീ മനസ്സിലാക്കണം, നെഗറ്റീവ് ഇമ്പാക്ട് പോസിറ്റീവിനേക്കാൾ മുകളിൽ കയറും. അതേ ലെവലിൽ നിന്നിരുന്ന ഒരാളാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ രേണുസുധി ഉള്ളിൽ കയറുണ്ടോ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഈ രേണുസുധി ബിഗ് ബോസിൽ കയറിയതിൽ അസൂയ ഉള്ളവനാണ് സന്ദീപ് എടപ്പാള്, വിവി ഹിയർ, അതുലുളോഗ് എന്നൊക്കെയാണ് കുറെ പൊട്ടന്മാർ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. എന്റെ പൊന്നു മക്കളെ, ഇവര് ബിഗ് ബോസിലേക്ക് വരാനാണ് ഞങ്ങളൊക്കെ കളിച്ചിരുന്നത്. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവും, വഴിയെ മനസ്സിലാവും. നിരന്തരമായിട്ട് വീഡിയോ ചെയ്യാനുള്ള കണ്ടന്റ് ഈ ബിഗ് ബോസിൽ വഴി അവര് തരും.
അത് തീർച്ചയായിട്ടും തന്നു. അതേപോലെ തന്നെ അവര് തേച്ചൊട്ടിക്കാനുള്ള ഒരു അവസരം എന്നോണം ഈ ഒരു സമയം എന്നും കണ്ടന്റാണ്, എന്നും വീഡിയോ ചെയ്യാം. ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് എല്ലാവരും മുന്നിലുള്ളത്. അവര് ബിഗ് ബോസിൽ കയറിയില്ലെങ്കിലേ നഷ്ടമുള്ളൂ. പക്ഷെ ഇവിടെ അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരകത്ത് കയറി അവർക്ക് പെർഫോം ചെയ്യാനുള്ള അവസരങ്ങളൊന്നുമില്ല. വാഗീറാതെ കരവരവരാതെ പറഞ്ഞുകൊണ്ടിരിക്കുക, കുളിക്കാത്ത കുറച്ച് സംഭവങ്ങൾ, അത് പിന്നെ തുപ്പിയ കുറച്ച് സാധനങ്ങൾ, ഇതൊക്കെ കിട്ടി. അത് കഴിഞ്ഞ് അക്ബർ ഒരൊറ്റ ആള് കാരണം ഈ രേണുവിന് വെറുപ്പുണ്ടായിരുന്നൊക്കെ നേരാണ് തിരിഞ്ഞു. ആ തീട്ടക്കോഴി പ്രസ്താവന അതന്നെ. രേണു സുധി എന്ന് വെച്ചാൽ രേണുവിനെ അറിഞ്ഞില്ലെങ്കിലും രേണുവിന്റെ ഹസ്ബൻഡ് സുധി ഞാനും തമ്മിൽ ഭയങ്കരമായിട്ട് അടുപ്പമുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് പക്ഷേ രേണുവിനെക്കാട്ടി ഇഷ്ടവും അടുപ്പവും സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നുള്ള സുധീരനാണ്. അത്രയും ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ എനിക്കിപ്പോ രേണുവിനോട് കട്ട കലിപ്പുണ്ട് എനിക്കിപ്പം. അത് പോയിന്റ്. ഈ കൊല്ലം സുധിയുടെ പേര് വിറ്റ് കാശാക്കുന്നു, കൊല്ലം സുധിയെ അപമാനിക്കുന്നു, ഈ ഒരൊറ്റ കാരണം കൊണ്ടാണല്ലോ ഈ രേണു സുധിയോട് നമുക്ക് താല്പര്യമില്ലാത്തത്. അത് അപ്പാനി ശരത്ത് പറഞ്ഞ കറക്റ്റാ. ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമേ വെറുപ്പുള്ളൂ. അയാളെ ശരിക്ക് മൂഞ്ചിപ്പിച്ച കാരണം കൊണ്ട് തന്നെയാണ് വെറുപ്പുള്ളൂ. ബിഗ് ബോസിന്റെ അകത്ത് കയറുന്ന പോലും ആ ഒരു പേരും വെച്ചിട്ട് തന്നെയാണ് കയറിയിട്ടുള്ളത്. ആ പേര് വിറ്റ് ലെവലാക്കിയിട്ട് തന്നെയാണ് അവരവിടെ എത്തിയിട്ടുള്ളത്. ഇത് മാത്രമാണ് വെറുപ്പ്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അവർ ആ ഒരു ബിഗ് ബോസിൽ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ, അതിൽ തമാശകൾ ഉണ്ടാകാം, കാര്യപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവാം, എല്ലാതും നമുക്ക് ചർച്ച ചെയ്യാം. ആ ഒരു സ്ത്രീ ഇങ്ങനെ അപമാനിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് സപ്പോർട്ട് ചെയ്ത സാരിക പോലും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാ മിണ്ടാതിരിക്കുന്നത്? നമുക്ക് എല്ലാവരും കോമൺ മാൻ ആണ്, അത്രേ ഉള്ളൂ. നമ്മൾ പ്രതികരിക്കും. കട്ടക്കലിപ്പുണ്ട്, അങ്ങനെ കാണിച്ച കൂട്ടിയ കാര്യങ്ങൾ കട്ടക്കലിപ്പുണ്ട്. പക്ഷെ അതെല്ലാം വെച്ചിട്ട് ഞാൻ മിണ്ടായിരിക്കുന്നത് ഒരു സ്ത്രീയാണ്, ഇദ്ദേഹത്തിന്റെ ഒരു വൈഫാണ് എന്നുള്ള കൺസേൺ കൊടുത്തിട്ടാണ് ഞാൻ ബിഗ് ബോസിലേക്ക്. ഇവരെ പേരുണ്ട്, ഇവരുണ്ടെന്ന് പറയുമ്പോഴും എൻ്റെ മനസ്സിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ പൊട്ടിത്തെറികളോ ഇവിടെ എന്തെങ്കിലുമൊക്കെ കണ്ടന്റുകളോ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. അപ്പൊ അത് നിൽക്കണം എന്നുള്ള ഇവിടെ വന്നിട്ടൊരു പാഴ് സത്യമാണ്. പക്ഷെ നിങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോ അവരെ വെറുത്തിരുന്ന ആളുകളൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യാനേ. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്ന കാട്ടിക്കൂട്ടലല്ല അവിടെ പോയി ചെയ്യുന്നത്. അവരവിടെ വേറെന്തൊക്കെ കാട്ടിക്കൂട്ടല. ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ വരെ പാഴാണ്, തനി പാഴാണ്, സംഭവം ശരിയാണ്. പക്ഷെ നിങ്ങളാണ് അവരെ ഹീറോ ആക്കിക്കൊണ്ടിരിക്കുന്നത്. ശരിയാ, വെറും പാഴ്. നീ നോക്കിയാണ്, വെറും പാഴ്. ചെമ്പ വേറൊന്നുമില്ല, ഒരു സാധനം പോലും ഇല്ല. ആരാണ് ഇപ്പൊ അറിയണോക്കണോ? ഈ വെറും പാലിന്റെ ഒരു ക്ലിപ്പ് കാണിച്ചു തരെ ചിരിച്ച് ചത്ത് ഞങ്ങൾ എന്നെ പറഞ്ഞിട്ട് കാര്യം കേട്ടോ. അവൾമാരൊക്കെ കളിക്കണ അന്ന് നല്ല ഗെയിമാ. അവൾമാരൊക്കെ കള്ളികള്, പേരും കള്ളികള്. എന്തെടാ പൊന്നെ. പിന്നെ അവരൊക്കെ നിന്നെ സപ്പോർട്ട് ചെയ്ത് നിന്റെ കൂടെ അങ്ങനെ നിൽക്കുമല്ലോ. അവരൊക്കെ പൈസ വാങ്ങാൻ വേണ്ടി വന്നതാടേ. അവരൊക്കെ ബിഗ് ബോസ് വിൻ ചെയ്യാൻ വന്നതാടേ. നിന്നെങ്ങനെ കൂടെ അങ്ങനെ നിൽക്കുന്നുള്ളതാ. വട്ടക്കൂട തിരിയുന്ന പോലെ അതിനുള്ളിൽ തിരിയുന്നത് വല്ലാത്ത പൊട്ടൻ തന്നെ. ഇത് പറഞ്ഞപ്പോ തന്നെ അവിടെ സൂം ചെയ്യണം. അത് പറഞ്ഞപ്പോ തന്നെ വട്ടം തിരിയുന്ന സമയത്താണ് സൂം ചെയ്യുന്നത്. തനി പാഴാടേ നീ, തനി പാഴ്. ഒറ്റ തരത്തിലുള്ള മനസ്സ് വിശ്വസിക്കാൻ പാടില്ല, പേരും കള്ളികള്. ഒറ്റ ഒരു ഇതിന് വിശ്വസിക്കുന്ന ഒന്നിനും വിശ്വസിക്കണ്ട. നീ ബിഗ് ബോസിലേക്ക് പോയിട്ട് അല്ല കല്യാണത്തിന് കൂടാനൊന്നല്ല പോയിട്ടുള്ളത്. നീ അവിടെ ഗെയിം കളിക്കും മോനെ. നീ ആ മറ്റേ ക്യാരക്ടർ ഒന്ന് ഇറങ്ങണം കേട്ടോ, എന്നിട്ട് ഗെയിം കളിക്ക്. അടുത്ത തുടങ്ങട്ടെ, നാളെ മുതൽ കളി തുടങ്ങിയല്ലേ. നാളെ മുതൽ ഈ നിമിഷം മുതൽ കളി തുടങ്ങിയല്ലേ. ശരത്തിന്റെ കളി കാണിച്ചു തരാം. ശരത്തിന്റെ കളി നമ്മൾ കുറെ കണ്ടടാ, കുറെ കണ്ട്. 3 ദിവസം ആകുമ്പോഴത്തേനും ശരത്ത് എന്താണെന്ന് ഏകദേശം ജനങ്ങൾക്ക് മനസ്സിലായി. ഇനി അങ്ങോട്ട് കൂടുതലായിട്ടൊന്നും മനസ്സിലാക്കി കൊടുക്കാനില്ല. ആ പെണ്ണുങ്ങൾ ഇപ്പൊ സപ്പോർട്ട് ചെയ്ത് അവന്റെ കൂടെ അങ്ങനെ നടക്കുന്ന വിചാരിച്ചാണ്. കാരണം എല്ലാവരും ഇൻഡിവിജ്വൽ വ്യക്തികളാ, എല്ലാവരും ഇൻഡിവിജ്വലായി ഗെയിം കളിക്കാൻ വന്നവരാ. എല്ലാവർക്കും വിജയിക്കണം എന്ന ഒരു ലക്ഷ്യം ഉണ്ടാവുള്ളൂ. അവിടെ ഒരു ദിവസം 2000, 3000, 4000, 50,000 വരെ വാങ്ങുന്ന ആളുകളുണ്ട്. അവർക്ക് പിടിച്ചു നിന്നാലേ കാര്യമുള്ളൂ. അതിനവർ പിടിച്ചു നിൽക്കും, അതിന് നിന്നെ അവർ ഊക്കിയാ അവിടെ സഹിക്കുക. പിന്നെന്ത്, നാളെ മുതലല്ലേ, ഇന്ന് മുതലേ ഗെയിം മാത്രമേ. ഒക്കെ ഭയങ്കര തന്ത്രശാലികള്, കള്ളികള്, പേരും കള്ളികള്. അവളെയൊക്കെ ആവശ്യത്തിന് വേണ്ടി മാത്രം പേരും കള്ളികള്. ആ സരിത വെറും ഫ്രോഡ്. സരിക വെറും ഫ്രോഡ്, അരിശമ്മേടം അതിലേറെ ഫ്രോഡ്, രേണു വെറുതെയാണ്. ആരാ കിടന്ന് കരയണ ഇപ്പൊ സ്വയാണ് പറയണത്. ഒരു കണ്ടസ്റ്റന്റ് നമ്മളെ ഡിസ്റ്റർബ് ചെയ്ത് നമ്മൾ കരയുമ്പോൾ, പ്രതികരിക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ഒരു ആളുകളുടെ കയ്യിൽ നിന്ന് ഒരു സിമ്പതി, എമ്പതി വോട്ട് കിട്ടുള്ളൂ. ഇത് സ്വയം കിടന്നിട്ട് അവർ മറിഞ്ഞ് ചതിച്ചു കള്ളികളെ എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളൂ? ഒരു കാര്യമില്ല മോനെ, നീ അവിടെ ഇരുന്ന് കരയി. വരട്ടെ ഇനി ചേച്ചിയും ഇല്ല, പെങ്ങളും ഇല്ല, മറ്റവന്മാരും ഇല്ല. നോയിക്കോ, കീറി ഒട്ടിക്കും ഞാൻ. അവരെല്ലാരും പിടിച്ച് നിന്നെ കീറി ഒട്ടിക്കാതിരുന്നാൽ മതി. ഒരൊറ്റ കാര്യമുള്ളവന്, ആ
ആ ഒരു ബഹളം, ആ ഒരു ശബ്ദം, ഈ സാധനം വെച്ചിട്ടാണ് അവിടെ പിടിച്ചിരിക്കുന്നത്. ഒരു ഗെയിമിൽ ഇത്രയും ദിവസം വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ ആ ഒരു ഉറങ്ങുന്ന ആളുകളെ കട്ടിൽ നിന്ന് കൊണ്ടുവന്ന പരിപാടി ഉണ്ടല്ലോ, അതിലൊന്ന് ശ്രമിച്ചു നോക്കിയെന്നുള്ളൂ. അല്ലാതെ ഒന്നും ഇവനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പിന്നെ ആകെ വരുന്നത് അനീഷിന്റെ പിന്നാലെ വന്ന് തല്ലുണ്ടാക്കാനാ. ഓക്കെ, ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോ നമുക്ക് രേണുസുധിയുടെ ഒരു താക്കീതോടുകൂടി അവസാനിപ്പിക്കാം. ചേച്ചി ഇങ്ങനെ തന്നെയാണ്, പക്ഷെ കുറച്ച് വേർഡുകൾ ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചേക്കോ, അറിയില്ല പുറത്തേക്ക് പോകുന്നു. അതുപോലെ ഇതായിപ്പോയി ചില സമയം. കുറെ വേർഡുകൾ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ടെന്നാണ് രണസുനെ പറഞ്ഞിട്ടുള്ളത്. കുറെ വേർഡുകൾ ഞങ്ങൾ കുറെ കണ്ടതാ. ഇനി അവിടെ കുറച്ച് വേർഡുകൾ കൂടി വരാനുണ്ടെന്നാ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നില്ല, ഒരാളെ മുഖത്ത് നോക്കി തീട്ടക്കുഴിയാണെന്നൊക്കെ പറയുന്ന ആളുകളെ അതിന് അംഗീകരിക്കാനേ കഴിയില്ല. അവൻ മാപ്പും പറയില്ല, ഒരു തേങ്ങയും പറയില്ല എന്ന് പറഞ്ഞ് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പൊ ഇത്രേ ഉള്ളൂ. ബിഗ് ബോസിലെ 2 ദിവസം നടന്ന കുറച്ച് കാര്യങ്ങൾ കൊണ്ടു കിട്ടുന്നുള്ളൂ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൂടെ കൂടാം. വീണ്ടും ഒരു പുതിയ സിനിമ വാർത്താ വിശേഷങ്ങളൊക്കെ ആയിട്ട് അതൊരു സന്ദീപ് പാൾ സൈനിങ് ഓഫ്.